ഹലോ, നമസ്കാരം. ഇത് കുറച്ച് നാളെ മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓരോ കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോ ഞാൻ വിചാരിച്ചു ആ സംഭവം തീർന്നിട്ടുണ്ടാവുന്നു. പക്ഷെ ഇതുവരെ തീർന്നിട്ടില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യാണ്. ജില്ലയിലെ ഒരു പ്രധാന ഹോസ്പിറ്റലിന് മുമ്പിൽ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് കേട്ടോ. ഞാൻ ഇവരുടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഇവര് വീഡിയോ എടുത്തത് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ അവരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. പിന്നീട് ഇവർക്ക് പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ടാണ് ഇവരുടെ മുഖം കാണിച്ചത്. ഒന്ന് കണ്ടോക്കെ. മാസങ്ങളായിട്ട് ഇവിടെ സമരത്തിനിരിക്കുക ആൾക്കാര്. വെയിലില്ല, മഴയില്ല എന്നുള്ളത് ജില്ലയിലെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിന്റെ മുന്നിലാട്ടാ. മാർച്ച് 4 ആരംഭിച്ചതാണെന്നാണ് പറയുന്നത്. ഇതുവരെ ഈ നിമിഷം വരെ അവസാനിച്ചിട്ടില്ല. എത്ര ദിവസമായി തുടങ്ങിയിട്ടത്? മാർച്ച് 4 അല്ലേ? 10 ദിവസം കേറി. എന്നിട്ട് പിന്നെ വീണ്ടും മാറ്റങ്ങളൊന്നും ഇല്ല. നമുക്ക് ആശുപത്രികളിലൊക്കെ ഇവരുടെ സേവനം കൂടിയേ തീരൂലേ. ആദരിക്കപ്പെടേണ്ട ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. സ്വന്തം മക്കൾ പോലും ശുശ്രൂഷിക്കാൻ മടിക്കുന്ന ആളുകളൊക്കെ നേഴ്സസ് എത്ര ഭംഗിയായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നോക്കുന്നതും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. നമ്മൾ കൈകൊണ്ട് തൊടാൻ പോലും മറയ്ക്കുന്ന പല കാര്യങ്ങളും അവർ ഒരു പക്ഷേ ഗ്ലൗസ് പോലും ഇല്ലാതെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. പകർച്ചവ്യാധികളുള്ള രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു മാസ്ക് പോലും ഇല്ലാതെ അവർക്ക് ജോലി എടുക്കേണ്ടി വന്നേക്കാം ചില സമയങ്ങളിൽ. ഒരുപാട് എത്രയോ ഉദാഹരണങ്ങൾ പകർച്ചവ്യാധികൾ വ്യാപിച്ചിട്ട് മരണപ്പെട്ട നേഴ്സുമാരുടെ കഥകളൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഞാൻ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു പ്രശ്നങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ശമ്പളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ സാലറി കൂട്ടി ചോദിക്കുന്ന സമയത്ത് പുതിയ സ്റ്റാഫുകൾ എടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ ഇഷ്യൂസ് പറയുന്നുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്യണ കമ്പനി ആണെങ്കിൽ കൂടി പലപ്പോഴും ശമ്പളമൊക്കെ കൂട്ടി ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ പൊക്കോ, നമ്മൾ പുതിയ ആളെടുത്തോളാം. അപ്പോൾ ഫ്രഷേഴ്സിന് എടുക്കും. അവർക്ക് അപ്പോൾ കുറവ് സാലറി കൊടുത്താൽ മതി. എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാകുമ്പോൾ അവർക്ക് ശമ്പളം കുറച്ച് കൂടുതൽ കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ്. അതിപ്പോ പൂർണ്ണമായിട്ട് എല്ലാവരും കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഒരു ബിസിനസ് കൊണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ കാണാം പറയാനായിട്ട്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളില്ല. അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കണ്ടേ. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ആ ന്യായമായ അവകാശം അവർക്ക് കിട്ടു തന്നെ വേണം. അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള വേതനം അല്ലെങ്കിൽ അവർ എന്താണോ അവരുടെ ജോലിക്ക് അനുസരിച്ച് എന്താണോ അവർ ആവശ്യപ്പെടുന്നത് അത് അവർക്ക് നീതിയുക്തമാണെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇതുപോലൊരു ജോലിയാകുമ്പോൾ വർഷം തോറും ഒരുപാട് കുട്ടികളാണ് നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതല്ലേ. ഈ നേഴ്സിംഗ് ജോലിക്ക് തന്നെ ലോൺ എടുത്ത് പഠിക്കുന്നവരുണ്ട്, ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങിച്ച് പഠിക്കുന്നവരുണ്ട്. ഇതൊക്കെ അവർക്ക് അടച്ചു തീർക്കണം അല്ലെ. അപ്പോ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും നമ്മുടെ നാട്ടില് ജോലി നോക്കാതെ പുറം നാടുകളിലേക്കൊക്കെ പോകുന്നത്. ഇവിടുത്തെ തൊഴിലില്ലായ്മ അത്രയ്ക്ക് രൂക്ഷമായത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതല്ല. ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന പൈസ ഒന്നിനും തികയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എന്താണ് കാര്യം നമ്മൾ വിചാരിക്കും. ഈ അടുത്താണ് വിദ്യാഭ്യാസപരമായ സമരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് മുന്നിട്ട് വന്നു. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമരത്തെ നമ്മൾ കാണാത്തത്? ഇതും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടല്ലേ. അപ്പോ ഞാൻ എന്തായാലും എനിക്കുള്ള ചെറിയ അറിവ് വെച്ചിട്ട് ഞാനത് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരിക്കലും ഞാൻ ഇവരുടെ ജോലിയെ കുറച്ച് കാണുന്നില്ല. കാരണം ഏതൊരു ജോലിയേക്കാളും മാന്യതയും അന്തസ്സും അതുപോലെ ആദരവും കിട്ടേണ്ട ഒരു ജോലിയാണ് നഴ്സുമാരുടെ ജോലി എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ ഞാനവരെ സപ്പോർട്ട് ചെയ്യാണ്. ഇവരുടെ ആവശ്യം ന്യായീകരിക്കത്തക്കതാണ്, നീതിയുക്തമാണെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊന്ന് കണ്ണു തുറക്കണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എല്ലാവരും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് അല്ലെ. അതിൽ തന്നെ വീട്, കുട്ടികള്, അവരുടെ പഠിത്തം, അസുഖങ്ങള്, ആശുപത്രി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും ഒരു മാസം വരും. അപ്പോ അതിന്റെ ഒപ്പം സ്വന്തം അസുഖങ്ങളും കൂടി ആകുമ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയോ കുറച്ചു നാൾ കഴിയുമ്പോൾ. ചെറുപ്പം പിള്ളേരല്ലേ, അവർക്ക് പറ്റുന്ന സമയത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി ജീവിക്കട്ടെ. അവരുടെ ആവശ്യം ന്യായീകരിക്കത്തക്കതാണെങ്കിൽ, നീതിയുക്തമാണെങ്കിൽ അവർക്ക് അത് നേടിയെടുക്കാൻ പറ്റുക തന്നെ വേണം അല്ലെ. ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് അവരുടെ ഈ സമരം തീർപ്പാക്കി അവർക്ക് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.